ആലപ്പുഴ കാർത്തികപ്പള്ളി സ്കൂളിൽ മാധ്യമങ്ങളെ വിലക്കി CPM പഞ്ചായത്ത് അംഗം. മാധ്യമപ്രവർത്തകർ സ്കൂളിലെത്തിയാൽ പിടിച്ചിറക്കുമെന്നാണ് CPM പഞ്ചായത്ത് അംഗം നിബുവിന്റെ ഭീഷണി. നമുക്കൊന്ന് കണ്ടുവരാം. കാർത്തികപ്പള്ളി സ്കൂളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ. ഞാനിവിടുത്തെ മെമ്പറായിട്ട് SMD ഈ കെട്ടിടമൊക്കെ അങ്ങനെ കഷ്ടപ്പാടി വന്ന് ഇപ്പൊ ചാനലുകാര് അധ്യാപന സമയത്ത് പുറത്തു കൊടുക്കും. ചാനലുകാര് അധ്യാപന സമയത്ത് പുറത്തു കൊടുക്കും. നിങ്ങൾ അടുത്ത ന്യൂസ് സ്കൂളിലെ പഴയ കെട്ടിടത്തിന്റെ മേൽക്കൂര തകർന്നതിന് പിന്നാലെ ഇന്നു മുതൽ പുതിയ കെട്ടിടത്തിലേക്ക് ക്ലാസുകൾ മാറ്റിയിരുന്നു. ശരത് SS നമുക്കൊപ്പമുണ്ട്. ശരത് SS, 100 വർഷം പഴക്കമുള്ള സ്കൂള് ഫിറ്റ്നസ് ഇല്ലാതെ പ്രവർത്തിച്ചിട്ട് അന്നൊന്നും ഈ പഞ്ചായത്ത് അംഗത്തിന് ഇടപെടേണ്ടിയിരുന്നില്ല. അന്നൊന്നും ആ കുഞ്ഞുങ്ങളെ ഇവിടെ നിന്ന് മാറ്റണമെന്ന് ഈ പഞ്ചായത്ത് അംഗം നിബുവിന് തോന്നിയിട്ടില്ല. ഇപ്പോൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ വരുന്ന മാധ്യമങ്ങളെയാണ് അവിടെ നിന്ന് മാറ്റേണ്ടതെന്നാണോ ഈ പഞ്ചായത്ത് അംഗം പറയുന്നത്? നിബു, എന്താ ശരത് SS അവിടെ സംഭവിച്ചത്? അരുൺകുമാർ, അതായത് ഇന്നലെയാണ് ഈ മേൽക്കൂര വീണ സംഭവം ഉണ്ടായത്. അതിന് പിന്നാലെ ഇന്നിപ്പോൾ സ്കൂൾ വീണ്ടും തുറന്നു പ്രവർത്തിക്കുന്നു. പുതിയ കെട്ടിടത്തിലേക്ക് അടക്കം കുട്ടികളെ മാറ്റി എന്നുള്ള വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണ് രാവിലെ ഇവിടെ നമ്മളടക്കമുള്ള മാധ്യമപ്രവർത്തകർ ഇവിടെ എത്തിയത്. അതുമായി ബന്ധപ്പെട്ട് സ്കൂൾ നടപടികൾ തുടങ്ങുന്നതേ ഉള്ളൂ. 10 മണിയോട് കൂടിയാണ് സ്കൂൾ ആരംഭിക്കുക. അതുകൊണ്ട് തന്നെ ഈ 10 മണി വരെ കുട്ടികൾ ക്ലാസ്സിലേക്ക് കയറിയുണ്ട്. അവിടുത്തെ പ്രവർത്തനം അടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ സ്വാഭാവികം നിരീക്ഷിക്കുകയും ചെയ്യും. അതിന്റെ ഭാഗമായി ഇവിടെ എത്തിയ സമയത്താണ് തരത്തിൽ CPIM പഞ്ചായത്ത് അംഗം നിബു അടക്കം CPIMന്റെ പ്രാദേശിക നേതാക്കൾ ഇവിടെ നിന്ന് മാധ്യമപ്രവർത്തകർ ഇറങ്ങിപ്പോകണം, ഇന്നലെ വരെ ആഘോഷിച്ചില്ല എന്നൊക്കെയാണ് അവർ പറയുന്നത്. പക്ഷേ നമുക്കറിയാം, ഇങ്ങനെ ഒരു അപകടമുണ്ടായാൽ തീർച്ചയായും അത് ഇത്തരത്തിൽ ജനങ്ങളുടെ മുന്നിൽ എത്തിക്കുക എന്നുള്ളത് ഓരോ മാധ്യമപ്രവർത്തകരുടെ കടമയാണ്. അങ്ങനെ എത്തിയ മാധ്യമപ്രവർത്തകരാണ് ഇത്തരത്തിൽ തടയുകയും കയ്യേറ്റം ചെയ്യുകയും തള്ളി മാറ്റുകയും ഒക്കെ തന്നെ ചെയ്തത്. നിലവിൽ ഇപ്പോൾ സ്കൂളിന് പുറത്ത് CPIM പ്രവർത്തകർ തടിച്ചുകൂടി നിൽക്കുകയാണ്. മാധ്യമപ്രവർത്തകരെ വളരെ ആക്ഷേപിക്കുന്ന രീതിയിലാണ് ഈ CPIM പ്രവർത്തകർ പെരുമാറിയത്. മാധ്യമപ്രവർത്തകർ എന്തോ കുറ്റം ചെയ്തു എന്ന മട്ടിലാണ് ഇവരുടെ സംസാരമൊക്കെ തന്നെ ഉണ്ടായത്. കാരണം നമുക്കറിയാം, സ്കൂളിന്റെ ഒരു 100 വർഷം പഴക്കമുള്ള സ്കൂളാണ്. 1 വർഷമായി കെട്ടിടത്തിന് ഫിറ്റ്നസ് പോലുമില്ല. ആ സമയത്ത് പോലും ഇടപെടാതെ ഇപ്പോൾ ഈ സമയത്ത് ഈ മാധ്യമം ഇത് വാർത്തയാക്കിയതിന് പിന്നാലെ മാധ്യമപ്രവർത്തകർക്ക് നേരെ തിരിയുന്ന ഒരു രീതിയാണ് ഇപ്പോൾ പ്രാദേശിക CPIM നേതാക്കൾ സ്വീകരിക്കുന്നത്. അങ്ങനെ മാധ്യമപ്രവർത്തകർ അടക്കമുള്ള ആളുകളെ കൈകാര്യം ചെയ്യും, കയ്യേറ്റം ചെയ്യുകയും തള്ളി മാറ്റുകയും ഒക്കെ തന്നെ ചെയ്തു. ഇപ്പോൾ വളരെ മോശമായ രീതിയിലായിരുന്നു ഇവിടുന്ന് ശാന്തമായി സ്കൂൾ അധ്യയനത്തെ തടസ്സപ്പെടുത്താത്ത രീതിയിൽ. ഇപ്പോൾ സമയം 10 മണി ആവുന്നതല്ലേ ഉള്ളൂ, 9:46 ഉള്ളൂ. സ്കൂൾ ക്ലാസ് പോലും തുടങ്ങിയിട്ട് പോലുമില്ല. ആ കാഴ്ചകളൊക്കെ നമ്മൾ പ്രേക്ഷകർക്ക് കാണിച്ചു കൊടുക്കണ്ടേ? ഇതല്ലേ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടത്? ഇത് ഈ മന്ത്രി ശിവൻകുട്ടി പോലും ഈ സ്കൂൾ അധികൃതരെ കുറിച്ച് ഇപ്പോൾ പറഞ്ഞു, ഇത് നേരത്തെ പൊളിച്ചു മാറ്റേണ്ടിയിരുന്നു എന്ന് മന്ത്രി തന്നെ ഇപ്പോൾ പറഞ്ഞു. അപ്പോഴാണോ മന്ത്രിക്കില്ലാത്ത വേദന ഈ CPIMന്റെ പഞ്ചായത്ത് അംഗത്തിന്? അതാണ് അരുൺകുമാർ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാം, സ്കൂളിന്റെ സാധാരണഗതിയിൽ ഒരു വീഴ്ചയുണ്ടായാൽ അത് തുറന്നു കാണിക്കേണ്ടത് ഓരോ മാധ്യമപ്രവർത്തകന്റെ ഉത്തരവാദിത്തമാണ്. ആ വീഴ്ച തുറന്നു കാണിക്കണം. ഒപ്പം അതിന് എന്ത് നടപടി എടുത്തു എന്നടക്കമുള്ള കാര്യങ്ങളും ജനങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. ഒരുപക്ഷെ ഈ വാർത്ത ഇന്നിപ്പോൾ സ്കൂളിലേക്ക്, പുതിയ കെട്ടിടത്തിലേക്ക് വിദ്യാർത്ഥികളെ മാറ്റിയെന്ന വാർത്ത നമ്മൾ റിപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ ഒരുപക്ഷെ അതായിരിക്കും നാളെ ഒരു ആക്ഷേപമായി ഉയരുക. എന്തുകൊണ്ട് പുതിയ സംവിധാനം ഒരുക്കിയത് വാർത്ത ചെയ്തില്ല, അത് മറച്ചുവെച്ചു, വീഴ്ച മാത്രം വാർത്തയാക്കി എന്നുള്ള രീതിയിലൊക്കെ തന്നെ പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ മാധ്യമങ്ങളെ വിമർശിക്കാറുമുണ്ട്. ആ രീതിയിൽ അത് ഉപയോഗിക്കപ്പെടുകയും ചെയ്യും. പക്ഷേ ആ സാഹചര്യത്തിലാണ് ഇങ്ങനെ സ്കൂൾ ഇന്നലെ വീഴ്ചയുണ്ടെങ്കിലും ഇന്ന് പുതിയ കെട്ടിടം തുറന്നു നൽകി കുട്ടികൾ പുതിയ കെട്ടിടത്തിലേക്ക് മാറി പഠിക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വരികയും ചെയ്തത്. ആ സാഹചര്യത്തിലാണ് CPIM പ്രതിനിധികൾ ഇത്തരത്തിൽ ഇവിടെ നിന്ന് മാധ്യമപ്രവർത്തകരെ കൈകാര്യം ചെയ്യുന്ന രീതിയിലേക്ക്, അല്ലെങ്കിൽ ഇറങ്ങിപ്പോകണം എന്ന രീതിയിൽ അധിക്ഷേപിക്കുന്ന രീതിയിൽ CPIM പഞ്ചായത്ത് അംഗം നിബു അടക്കം പ്രാദേശിക നേതാക്കൾ വളരെ മോശമായാണ് മാധ്യമപ്രവർത്തകരോട് പെരുമാറിയത്. പുറകിൽ നിൽക്കുന്ന റോഷൻ ഉടുപ്പിട്ട കക്ഷിയാണ്. അതെ, അദ്ദേഹമാണ് CPIMന്റെ പഞ്ചായത്ത് അംഗം നിബുവാണ് ഇവിടെ നിൽക്കുന്നത്. അദ്ദേഹം ഇപ്പോൾ സ്കൂളിന്റെ മുൻവശത്തുണ്ട്. എന്തുകൊണ്ടാണ് മാധ്യമപ്രവർത്തകരോട് ഇറങ്ങിപ്പോകാൻ പറഞ്ഞിട്ടില്ല? തള്ളുന്ന വീഡിയോ അടക്കം ടെലിവിഷനിൽ കാണുന്നുണ്ട്. മാധ്യമം നമ്മൾ തള്ളുന്നതല്ല, സ്വാഭാവികമായി ഇങ്ങോട്ട് പ്രസിംഗ് ഉണ്ടായാൽ സ്വാഭാവികമായും തിരിച്ച് അങ്ങോട്ട് ഇതുണ്ടാകും. കാരണം എന്താ? ഒരു കാരണവശാലും അങ്ങനെ ചെയ്തിട്ടില്ല. എന്തായാലും ഞാൻ വിഷയം പറയാം. മാധ്യമപ്രവർത്തകരോട് ഇറങ്ങിപ്പോകാൻ പറഞ്ഞില്ല. മാധ്യമപ്രവർത്തകർക്ക് ഇവിടെ വിലക്കില്ല. ഇവിടുത്തെ സ്കൂളിന്റെ പടിഞ്ഞാറ് വശത്താണ് മെയിൻ ഗേറ്റ്. അതിന്റെ ഫ്രണ്ടിൽ നിന്ന് കെട്ടിടമാണ് വീണത്. ആ ഗേറ്റ് ഇന്ന് അടച്ചേക്കുവാണ്, കണ്ടു കാണും. വടക്കുവശത്തെ ഗേറ്റ് വാഹനങ്ങൾ വരാനുള്ള ഗേറ്റിൽ കൂടെ മാത്രമാണ് ഇന്ന് കുട്ടികൾ കയറി വരുന്നത്. രാവിലെ 20ഓളം മാധ്യമപ്രവർത്തകർ ഇവിടെ ഉണ്ട്. നിങ്ങൾ ഈ വഴിയിൽ തന്നെ നിന്നാൽ
ഇതിന് തടസ്സം നിൽക്കും. കുട്ടികൾ ഇത് കാണുമ്പോൾ ആവേശമാണ്. അവർ ഇപ്പം മാധ്യമങ്ങളെല്ലാം കണ്ടുകൊണ്ട് ടിവിയും കാണുന്ന ആവേശം. CPM പ്രവർത്തകർ തടിച്ചുകൂടി നിൽക്കുന്നുണ്ട്. അവരെ നിയന്ത്രിക്കാൻ നിങ്ങൾ തയ്യാറായി? CPM പ്രവർത്തകരല്ല നിൽക്കുന്നത്, ഇവിടുത്തെ പ്രാദേശിക ജനങ്ങളാണ്. അതിനകത്ത് CPM പ്രവർത്തകർ ആരെങ്കിലും നിങ്ങളൊന്ന് കാണിച്ചു തന്നെ. അവർ പറയുന്നത് CPM പ്രവർത്തകരാണ്. അല്ല, CPM നിൽക്കുന്നത് പ്രാദേശികമായിട്ടുള്ള ഇവിടുത്തെ ജനങ്ങൾ മാത്രമാണ്. നിൽക്കുന്നത് CPM പ്രവർത്തകരാണോ? നിൽക്കുന്ന ആരെങ്കിലും നിങ്ങളത് കാണിച്ചു തന്നെ. CPM പ്രവർത്തകരല്ല. അപ്പം CPM പ്രവർത്തകരും കാണും, എല്ലാവരും ഉണ്ടാകും. അത് പൊതുജനങ്ങളാണ് നിൽക്കുന്നത്. എന്തായാലും അവർ മാറ്റാൻ നിങ്ങൾ തയ്യാറാവുന്നില്ല. മാധ്യമ പ്രവർത്തകരാണല്ലോ. ആരെ മാറ്റാൻ? സ്കൂളിന് മുൻപിൽ സ്കൂൾ കോമ്പൗണ്ടിന്റെ വെളിയിൽ നിൽക്കുന്ന മാറ്റാനുള്ള ബാധ്യത കോമ്പൗണ്ട് മുന്നിലല്ല, ഗേറ്റിന് തടസ്സം. ഗേറ്റിന്റെ പുറത്ത് നിൽക്കുന്നവരെ അവരുടെ ആവശ്യം ഗേറ്റിന് തടസ്സം നിൽക്കുകയാണ്. അവരുടെ ആവശ്യം പലതാണ് ആവശ്യപ്പെട്ടിട്ട് അവർ മാറാൻ തയ്യാറായിട്ടില്ല. അവരുടെ ആവശ്യം എന്താണ്? മാധ്യമപ്രവർത്തകർ ഇവിടെ നിൽക്കുന്നതുകൊണ്ട് അവരുടെ കുട്ടികളെ കയറ്റാൻ പറ്റുന്നില്ല. മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ പുറത്തേക്ക് ഇറങ്ങുക. തടഞ്ഞു, കുട്ടികളെ തടഞ്ഞു എന്നതാണ്. മാധ്യമപ്രവർത്തകർ കുട്ടികളെ തടഞ്ഞു എന്ന് പറഞ്ഞില്ല, നിങ്ങൾ അവർക്ക് തടസ്സമായി നിൽക്കുന്നു എന്ന് പറഞ്ഞു. നിങ്ങൾ എവിടെയാണ് തടസ്സമായി നിന്നത്? ഇവിടെ അതായത് തടസ്സം ഇവിടുത്തത് ഇന്നെന്താണ് തടസ്സമായി നിന്നത്? മീഡിയ വണ്ണിന്റെ നിങ്ങളെല്ലാം സഹകരിച്ചു. റിപ്പോർട്ട് ചാനൽ, 24, മനോരമ ഉൾപ്പെടെ എല്ലാ ചാനലും സഹകരിച്ചു. എവിടെയാണ് തടസ്സമായി നിന്നത്? ഒന്ന് പറഞ്ഞോട്ടെ, സഹകരിച്ചു. മീഡിയ വണ്ണിന്റെ ഒരു ചാനൽ മാത്രം ഇതിനകത്തേക്ക് കടന്നു കയറി. ഒരാൾ മാത്രമാണ് ഇതിനകത്തേക്ക് കടന്നു വന്നത്, മീഡിയ വൺ. ഹെഡ് മാഷ് സാധാരണഗതിയിൽ പറഞ്ഞത് ഇവിടെ നിന്ന് വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ പുറത്തു പോകേണ്ട എന്നുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് മാധ്യമപ്രവർത്തകരെല്ലാം ഇവിടെ നിൽക്കുകയും വാർത്ത റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തത്. പഞ്ചായത്ത് അംഗം എന്ന നിലയ്ക്ക് നിങ്ങളാണ് ഇത് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകണം എന്ന രീതിയിൽ. പഞ്ചായത്ത് അംഗം ഇറങ്ങിപ്പോകാൻ പറഞ്ഞിട്ടില്ല. പഞ്ചായത്ത് അംഗം മാത്രമല്ല, ഞാൻ SMCയുടെ ഇവിടുത്തെ വാർഡ് മെമ്പർ, ഗവൺമെന്റ് സ്കൂളിലെ പഞ്ചായത്ത് സ്ഥിതി ചെയ്യുന്ന അവിടുത്തെ വാർഡ് മെമ്പർ. ശരി ശരത്, അപ്പോൾ നിലവിൽ മാധ്യമവിലേക്ക് അദ്ദേഹം പിൻവലിച്ചു. ശരി, ഇത് തടസ്സം നിൽക്കരുത് എന്ന് നല്ല കാര്യമുണ്ട്. വെറുതെ പെരുദോഷം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വൈകാരികമായിട്ടൊക്കെ റിയാക്ട് ചെയ്യുന്ന സമയത്ത് ആൾക്കാർ കണ്ടോണ്ടിരിക്കില്ലേ? ഇതിപ്പോ ലൈവാണ് ഇഷ്ടം, ഇതൊക്കെ ഒന്നേറി പോവും.